ചോദ്യപേപ്പർ ചോർച്ച തടയാനുള്ള ബില്ലിന്മേൽ ഇന്ന് വോട്ടെടുപ്പ് നടക്കുകയാണല്ലോ. രാഹുൽ ഗാന്ധിയുടെ പ്രഹ്ലാദ് ജോഷിക്കെതിരായ പരാമർശം സഭയിൽ ആയുധമാക്കാനാണ് NDA നീക്കം. പ്രതിപക്ഷം ചർച്ചയിൽ ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് കേന്ദ്ര സർക്കാർ ഇന്ന് സഭയിൽ മറുപടി നൽകും. വിഷ്ണു പ്രസാദ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. വിഷ്ണു, ഗുഡ് മോർണിംഗ്. ഇന്നും സഭ പ്രക്ഷുബ്ധമാണോ? ചർച്ചകൾ കൊണ്ട് മുഖരിതമാകുമോ? എന്താണ് വിവരങ്ങൾ? മോത്തി, ഗുഡ് മോർണിംഗ്. പാർലമെന്റിൽ 10 മണിക്കൂർ നേരമാണ് ഈ പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ച തടയുന്നതിന് വേണ്ടിയുള്ള ബില്ലിന്മേൽ ചർച്ചയ്ക്ക് സമയം അനുവദിച്ചിട്ടുള്ളത്. ഇതിൽ 2 മണിക്കൂർ നേരമാണ് ഇന്ന് ബാക്കിയുള്ളത്. രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ളവരുടെ പ്രസംഗങ്ങൾ ഇന്ന് നടക്കാനുണ്ട്, അല്ലെങ്കിൽ അവരുടെ അഭിപ്രായ പ്രകടനം ഇന്ന് നടക്കാനുണ്ട്. പക്ഷെ ആദ്യ ദിനം തന്നെ പ്രിയങ്ക ഗാന്ധി അടക്കം ഭരണപക്ഷത്തെ കടന്നാക്രമിച്ചുകൊണ്ടാണ് പാർലമെന്റിൽ നടന്ന ചർച്ചയിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നത്. പുതിയ വിദ്യാഭ്യാസ മന്ത്രിക്ക് അടക്കം വിമർശനങ്ങൾ പ്രതിപക്ഷ നിരയിൽ നിന്ന് കേൾക്കേണ്ടി വന്നു. ബിൽക്കിസ് ബാനു കേസ് ഉൾപ്പെടെ പാർലമെന്റിൽ ചർച്ചാ വിഷയമാക്കി കോൺഗ്രസ് ഉയർത്തിക്കൊണ്ടുവരികയും ചെയ്തു. ഇന്നലെ പ്രിയങ്ക ഗാന്ധി നടത്തിയ പരാമർശത്തെ രാഹുൽ ഗാന്ധി പിന്തുണയ്ക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. മാത്രവുമല്ല, പുറത്തിറങ്ങി മാധ്യമങ്ങളോട് രാഹുൽ ഗാന്ധി നടത്തിയ പുതിയ വിദ്യാഭ്യാസ മന്ത്രിക്കെതിരായ പരാമർശം അതുൾപ്പെടെ ഇന്നത്തെ ചർച്ചയിൽ വിഷയമാക്കാനാണ് NDA തീരുമാനിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ പ്രതിപക്ഷ പാർട്ടി അംഗങ്ങൾ ഉന്നയിച്ച വാദങ്ങൾക്കും ആരോപണങ്ങൾക്കും ഇന്ന് കേന്ദ്ര സർക്കാർ എന്തായാലും സഭയിൽ മറുപടി നൽകും. അതിനുശേഷമാകും വോട്ടെടുപ്പ് നടക്കുക. ആ വോട്ടെടുപ്പിൽ എന്തായിരിക്കും പ്രതിപക്ഷത്തിന്റെ നിലപാട് എന്നത് ഇന്ന് രാവിലെ ചേരുന്ന ഇന്ത്യ സഖ്യ യോഗത്തിൽ തീരുമാനിക്കുകയും ചെയ്യും. എന്തായാലും പാർലമെന്റിൽ ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ ഇന്ന് വോട്ടെടുപ്പിനെത്തുന്ന ഈ ബില്ലിന് നിരവധി പ്രത്യേകതകളുണ്ട്. കാരണം രാജ്യത്ത് വലിയൊരു സമരം നടക്കുകയും വിദ്യാർത്ഥി സമരം അവസാനിച്ചതിന് ശേഷം ഈ നീറ്റ് ഉൾപ്പെടെയുള്ള മത്സര പരീക്ഷകളിലെ ചോദ്യപേപ്പർ ചോർച്ച തടയുന്നതിനും അത് ചെയ്യുന്നവർക്കുള്ള കുറ്റകൃത്യങ്ങൾക്കുള്ള ശിക്ഷ ഇരട്ടിപ്പിക്കുന്നതും അടക്കമുള്ള വ്യവസ്ഥകൾ പുതുക്കിക്കൊണ്ടാണ് എന്തായാലും പാർലമെന്റ് പുതിയ ബില്ല് പരിഗണിക്കുന്നത്. 10 മണിക്കൂർ ചർച്ചയ്ക്കാണ് കഴിഞ്ഞ ഒരാഴ്ച നീണ്ട പാർലമെന്റിന്റെ നടപടിക്രമങ്ങളിലുണ്ടായ സ്തംഭനത്തിന് ശേഷം സ്പീക്കറും പ്രതിപക്ഷ പാർട്ടികളും അതോടൊപ്പം തന്നെ ഭരണകക്ഷിയും ചേർന്ന് തീരുമാനമെടുത്തത്. ഇന്നലെ 8 മണിക്കൂർ ചർച്ച നടന്നു. സമയം നീണ്ടുപോകുന്നതിനാലാണ് 2 മണിക്കൂർ നേരത്തെ ചർച്ച ഇന്നത്തേക്ക് മാറ്റിയത്. രാഹുൽ ഗാന്ധിയുടെയും ജിതേന്ദ്ര സിംഗിന്റെയും എല്ലാം മറുപടി ഇന്നത്തെ ഒരു സഭാ നടപടികളുടെ ഭാഗമായി തന്നെ നമുക്ക് കാണാൻ സാധിക്കും. രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ കേവലം നിയമമോ അല്ലെങ്കിൽ അതിലേക്കുള്ള പുതിയ വ്യവസ്ഥകളോ മാത്രം ചർച്ച ചെയ്താൽ പോരാ, പകരം വിദ്യാർത്ഥികൾക്കെതിരെ ഉണ്ടായ നടപടികളും പാർലമെന്റ് ചർച്ച ചെയ്യണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ്.